സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി അക്വയർ ചെയ്ത ഭൂമിയിലെ കയ്യേറ്റം വിജിലൻസ് സംഘം നഗരസഭയിൽ റെയ്ഡ് നടത്തി. BJP രാജ്യത്ത് വർഗീയ അജണ്ട നടപ്പാക്കുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. CPIMന്റെ ദേശീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മടിക്കയിൽ തുടങ്ങി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന് സമാപനം. ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട്ട് നടന്നു. മാനവ ഏകതാ മിഷന്റെ പ്രത്യാശയുടെ യാത്ര 12-ന് തുടങ്ങും. യോഗി വര്യൻ ശ്രീ M 11-ന് കാഞ്ഞങ്ങാട്ടെത്തും. വലിയപറമ്പിലെ UDF സ്ഥാനാർത്ഥിയുടെ തോൽവി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ്. അടോട്ട് മൂത്തേടത്തുകുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ വികസനത്തിനായി അക്വയർ ചെയ്ത ഭൂമിയിലെ കയ്യേറ്റം വിജിലൻസ് സംഘം നഗരസഭയിൽ റെയ്ഡ് നടത്തി. ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിനും സ്റ്റേഡിയത്തിനുമായി അക്വയർ ചെയ്ത ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി പരാതി ഉയർന്നിരുന്നു. കോടികൾ വില മതിക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുനൽകുന്നതിനായി നഗരസഭ മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചതായും പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആലാമിപ്പള്ളിയിലെ ഭൂമി അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കാസർഗോഡ് വിജിലൻസ് യൂണിറ്റിലെ സർക്കിൾ ഇൻസ്പെക്ടർ P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ സംഘം കാഞ്ഞങ്ങാട്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ 10:30 നഗരസഭാ ഓഫീസിലെത്തിയ സംഘം മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു. ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിനായി അക്വയർ ചെയ്ത ഭൂമിയുടെ രേഖകളും സംഘം പരിശോധിക്കുകയുണ്ടായി. 6 ഏക്കർ 95 സെന്റ് സ്ഥലമാണ് അക്വയർ ചെയ്തത്. എന്നാൽ 6 ഏക്കർ ഭൂമിയുടെ രേഖകൾ മാത്രമാണ് നഗരസഭയിൽ നിന്നും കണ്ടെടുക്കാനായത്. തീർച്ചയായും കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറ്റം ചെയ്യുന്നതിനാവശ്യമായ തീരുമാനങ്ങളായിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ നടപടികൾ കൗൺസിൽ തീരുമാനമില്ലാതെ തന്നെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൗൺസിലിനകത്ത് മിനിസിൽ പോലും കള്ളത്തരങ്ങൾ എഴുതി ചേർത്ത് ഗവൺമെന്റിലേക്ക് അയച്ചു വിട്ട ഭരണസമിതിയാണ് ഈ കാഞ്ഞങ്ങാട് നഗരസഭയുടെ അധികാരത്തിലിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും ഇതിൻ്റെ അകത്ത് വലിയ അഴിമതിയാണ് ഈ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ ഒത്താശകളും ഇവിടുത്തെ UDF സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും വരാനിരിക്കുന്ന നാളുകളിൽ ഈ കാഞ്ഞങ്ങാട് നഗരത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. നഗരസഭയിൽ നടന്ന റെയ്ഡിന് ശേഷം ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിനായി ഏറ്റെടുത്ത ഭൂമിയിലെ കയ്യേറിയ സ്ഥലവും വിജിലൻസ് സംഘം അളന്നു തിട്ടപ്പെടുത്തി. വിജിലൻസ് സംഘം നടത്തിയ റെയ്ഡിൽ വിലപ്പെട്ട രേഖകളും അഴിമതിയെ സംബന്ധിച്ച സൂചനകളും കണ്ടെത്തിയതായിട്ടാണ് പ്രാഥമിക വിവരം. വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. BJP രാജ്യത്ത് വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. മടിക്കൈ കാലിച്ചാമ്പുതിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIMന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി നീലേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാലിച്ചാമ്പുതിയിൽ പൊതുയോഗം നടന്നത്. പൊതുയോഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. BJP അധികാരത്തിലേറിയ ശേഷം നിരവധി വർഗീയ കലാപങ്ങൾ രാജ്യത്ത് ഉണ്ടായി. വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ അഖണ്ഡതയ്ക്ക് കാവൽ നിന്നത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്നും MA ബേബി പറഞ്ഞു. ഒരാളിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ജീവിതം അയ്യൂർ രക്തസാക്ഷികളെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക, സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സമൂഹത്തിലെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇതുപോലെ ധീരോജ്വലരായ സഖാക്കൾ അസംഖ്യമുണ്ട്. P ബേബി അധ്യക്ഷയായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, TK രവി, C പ്രഭാകരൻ, കറുമാക്കൽ ദാമോദരൻ, M രാജൻ, മടത്തിനാട്ട് രാജൻ, ശശീന്ദ്രൻ മടിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന് സമാപനം.
ജില്ലാതല സമാപന സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന് സമാപനം. ജില്ലാതല സമാപന സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എക്സൈസ് വകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കിയിരുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സമാപന പൊതുയോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ പോലെയുള്ള ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ഇതിന്റെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ പ്രവർത്തനം എത്രത്തോളം ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു മേഖലയിൽ തന്നെ മയക്കുമരുന്നും അതുപോലെ ഉള്ളത് നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ജില്ലാതല സമാപന കമ്മിറ്റിയിലൊക്കെ പറഞ്ഞൊരു വിഷയം തന്നെയാണ്. കഞ്ചാവിന്റെയും അതുപോലെ മയക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗം നമ്മുടെ ഈ ചെറു നാട്ടിൽ തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന് ചിലരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹെഡ്മാസ്റ്റർ എൻ പ്രേമരാജൻ അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ NG രഘുനാഥൻ നായർ ക്ലാസ് എടുത്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VV സുരേന്ദ്രൻ സ്വാഗതവും എക്സൈസ് CI വിനോദ് B നായർ നന്ദിയും പറഞ്ഞു. മാനവ ഏകതാ മിഷന്റെ പ്രത്യാശയുടെ യാത്ര 12-ന് തുടങ്ങും. ശ്രീ M-ന്റെ സത്സംഗ് 11-ന് വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മാനവ ഏകതാ മിഷന്റെ നേതൃത്വത്തിൽ ശ്രീ M നയിക്കുന്ന പ്രത്യാശയുടെ യാത്ര കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ജനുവരി 12 മുതൽ ആരംഭിക്കും. പ്രത്യാശയുടെ യാത്രയുടെ മുന്നോടിയായാണ് ശ്രീ M കാഞ്ഞങ്ങാട്ടെത്തുന്നത്. 11-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സത്സംഗ് നടത്തുന്നു. നിലവിൽ കന്യാകുമാരി, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ശ്രീ M സന്ദർശനം നടത്തി വരികയാണ്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സത്സംഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാനവ ഏകതാ മിഷൻ ഭാരവാഹികളായ ബിജു കാഞ്ഞങ്ങാട്, P പ്രഭാകരൻ, ആർക്കിടെക്ട് K ദാമോദരൻ, K ബാലകൃഷ്ണൻ, P ജനാർദ്ദനൻ തുടങ്ങിയവർ അറിയിച്ചു. വലിയ പറമ്പിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം സ്ഥലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ KV രാമചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ പുതുതായി നിയമിച്ച ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പേരാണ് DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. തൃക്കരിപ്പൂരിൽ P കുഞ്ഞിക്കണ്ണനും, എളേരിയിൽ AC ജോസും, നീലീശ്വരം ബ്ലോക്കിൽ M രാധാകൃഷ്ണൻ നായരും, കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ DV ബാലകൃഷ്ണനും, വളാൽ ബ്ലോക്കിൽ ബാബു കദളിമറ്റവും, ഉദ്മ ബ്ലോക്കിൽ കരിച്ചേരി നാരായണൻ മാഷും, മുളിയാർ ബ്ലോക്കിൽ KP കുമാരൻ നായരെയുമാണ് പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തത്. കാസർഗോഡ് ബ്ലോക്കിൽ R ഗംഗാധരനെയും, കാറടുക്ക ബ്ലോക്കിൽ കല്ലക ചന്ദ്രശേഖരനെയും, കുമ്പളയിൽ K സാമിക്കുട്ടിയെയും, മഞ്ചേശ്വരത്ത് ഉമ്മർ ബോർക്കളയെയും പുതിയ പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തു. അതിനിടെ വലിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച 5-ാം വാർഡ് മെമ്പർ KV രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും DCC പ്രസിഡന്റ് അറിയിച്ചു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വന്നിട്ടുള്ള ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഒഴിവിലേക്ക് മത്സരിച്ച പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന നിലയിൽ കോൺഗ്രസിന്റെ ഒരംഗം പ്രവർത്തിച്ചു എന്നുള്ള കുറ്റകരമായ പ്രവൃത്തിയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ അച്ചടക്ക ലംഘനം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു നടപടി ഇന്നെടുത്തിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗമായ TK നാരായണനെ പരാജയപ്പെടുത്താൻ രാമചന്ദ്രൻ CPM-നെ സഹായിക്കുകയായിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ കുറ്റപ്പെടുത്തി. കുറുമ്പാലം പ്രദേശത്തെ പുല്ലൂർ ടൗണുമായി ബന്ധിപ്പിക്കാൻ സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് CPIM കുറുമ്പാലം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. CPIM-ന്റെ പുല്ലൂർ ലോക്കലിലെ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി. കുറുമ്പാലം പ്രദേശത്തെ ജനങ്ങൾക്ക് പുല്ലൂർ ടൗണുമായി ബന്ധപ്പെടാനുള്ള മാർഗം വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. വെള്ളക്കെട്ടുകൾ കടന്നുള്ള യാത്ര ഒഴിവാക്കാൻ സ്റ്റേറ്റ് സീഡ് ഫാം റോഡ് ഗതാഗതം യോഗ്യമാക്കണമെന്ന് CPM കുറുമ്പാലം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. CPM പുല്ലൂർ ലോക്കലിലെ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കുറുമ്പാല ബ്രാഞ്ച് സമ്മേളനത്തിൽ ആദ്യകാല പാർട്ടി പ്രവർത്തകൻ K രാമൻ പതാക ഉയർത്തി. പ്രവീൺ കുമാർ രക്തസാക്ഷി പ്രമേയവും A അനീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനം CPIM ഏരിയ കമ്മിറ്റി അംഗം A കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ കഴിഞ്ഞ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, ഈ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടത് കോൺഗ്രസ് നേതാവ് എന്നല്ല. അദ്ദേഹം അമേരിക്കയിലെ ഒരു IMF ലോക ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഇന്ദിരാഗാന്ധി ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു. അയാൾ സാമ്പത്തിക രംഗത്ത് അതിൻ്റെ
ശാസ്ത്രപരമായി സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ഒരാളാണ്, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ അദ്ദേഹത്തെ ഉപയോഗിക്കാം എന്നുള്ള നിലക്കാണ് അന്ന് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ധനമന്ത്രിയാക്കി പ്രവർത്തനം നടത്തിച്ചത്. ടി നിർമ്മല അധ്യക്ഷയായി. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി MV നാരായണൻ, P നാരായണൻ, P കുഞ്ഞിക്കേളു തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി P ദാമോദരൻ സ്വാഗതം പറഞ്ഞു. 41ാമത് ദേശീയ കബഡി ടൂർണമെന്റ് ഈ മാസം 26 മുതൽ 30 വരെ തീയതികളിൽ മഞ്ചേശ്വരത്ത് വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 51ാമത് ദേശീയ കബഡി ടൂർണമെന്റിന് ഒക്ടോബർ 26 മുതൽ 30 വരെ മഞ്ചേശ്വരം ഗോവിന്ദഭായ് കോളേജ് കബഡി ഗ്രൗണ്ടിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അനിൽ കുംബ്ലെ ഉദ്ഘാടനം ചെയ്യും. കേരള, കർണാടക കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. കേരള കബഡി അസോസിയേഷൻ, കാസർഗോഡ് ജില്ലാ കബഡി അസോസിയേഷൻ, മഞ്ചേശ്വരം കബഡി അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയിലെ 29 സംസ്ഥാന ടീമുകൾ പങ്കെടുക്കും. ചരിത്രത്തിലാദ്യമായി സിന്തറ്റിക് മാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിൽ ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരം. 4 ലക്ഷത്തോളം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ടൂർണമെന്റിന്റെ ബ്രോഷർ പ്രകാശനം ഒക്ടോബർ 10 രാവിലെ ബാംഗ്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ കർണാടക മുഖ്യമന്ത്രി M സിദ്ധരാമയ്യ നിർവഹിക്കും. മന്ത്രിമാരായ UT ഖാദർ, M രമാനാഥറായി സംബന്ധിക്കും. ലോഗോ പ്രകാശനം 12 രാവിലെ 8:30 കാസർഗോഡ് നടക്കുന്ന ചടങ്ങിൽ കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ഡിസംബർ 26 മുതൽ 30 വരെ ഇന്ത്യയിലെ 29ഓളം സ്റ്റേറ്റുകളിൽ നിന്ന് പുരുഷ വനിതാ വിഭാഗത്തിൽ 58ഓളം ടീമുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഒരു കബഡി ചാമ്പ്യൻഷിപ്പിനാണ് മഞ്ചേശ്വരം സാക്ഷ്യം വഹിക്കുന്നത്. 12-ാം തീയതി കാസർകോട്ട് വെച്ച് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും കബഡി അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് രമേശ് ചെന്നിത്തല. മുൻ സംസ്ഥാന പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് രാവിലെ 8:30 ഞങ്ങളുടെ ലോഗോ പ്രകാശനം 2 ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ AK മൊഷഫ്, M സുധീർ കുമാർ, പ്രവീൺ രാജ്, സുകേഷ് ബണ്ടേരി, സുരേഷ് ഷെട്ടി, മനാഫ് നുള്ളിപ്പാടി, സെഡ്ഡെ കയ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണത്തിനും തുടക്കമായി. അടോട്ട് മൂത്തേടത്ത് കുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ K ബാലൻ നെല്ലിക്കാട്ട് അപ്പാട്ടി കുഞ്ഞിക്കണലിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ദേവസ്ഥാനം സ്ഥാനികർ, ക്ഷേത്ര കോയ്മ NV തമ്പാൻ നായർ, തറവാട്ടംഗങ്ങളും പങ്കെടുത്തു. പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനർ K കുമാരൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ T ഹരിഹരൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ചിന്മയ മിഷന്റെയും വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഗീതാജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചു. വിശ്വാനന്ദ സരസ്വതി ഗീതാജ്ഞാനയജ്ഞത്തിന് നേതൃത്വം നൽകി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗീതാജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചത്. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തെ ആസ്പദമാക്കിയാണ് ഗീതാജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചത്. ക്ഷേത്ര നവീകരണ കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ നെരീക്കോട് ഗീതാജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്തു. വിശ്വാനന്ദ സരസ്വതി ഗീതാജ്ഞാനയജ്ഞത്തിന് നേതൃത്വമേകി. പിന്നെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈശ്വരനെ പേടിച്ചിട്ടാണ് ആരാധന തുടങ്ങിയത്. ഒരിക്കലും ഭയത്തിൽ നിന്ന് ഭക്തി ഉണ്ടാവില്ല അല്ലെ? ഒരു സബ്ജക്ട് പഠിക്കണമെങ്കിലും നമ്മൾ ഒരിക്കലും ആ വിഷയത്തോട് ഭയം തോന്നരുത്, അത് പഠിപ്പിക്കുന്ന ആളോട് ഭയം തോന്നരുത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ KG പൈ, ഡോക്ടർ M ബൽറാം നമ്പ്യാർ, V മാധവൻ നായർ, S വിവേക് നായിക് തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് ഇന്ത്യ സീനിയർ ടെന്നിക്വൈറ്റ് ചാമ്പ്യൻഷിപ്പ് പാലക്കുന്നിൽ വെച്ച് നടക്കും. മത്സരങ്ങൾ 10 മുതൽ 12 വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ടെന്നിക്വൈറ്റ് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 18ാമത് സൗത്ത് ഇന്ത്യൻ ടെന്നിക്വൈറ്റ് ചാമ്പ്യൻഷിപ്പിനാണ് വ്യാഴാഴ്ച പാലക്കുന്ന് ഗ്രീൻവുഡ് ഗ്രൗണ്ടിൽ തുടക്കമാവുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ കേരള, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 200-ൽ പരം താരങ്ങൾ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തെന്നിന്ത്യൻ ടെന്നിക്വൈറ്റ് ചാമ്പ്യൻഷിപ്പ് പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിൽ വെച്ച് ഒക്ടോബർ 10, 11, 12 തീയതികളിൽ നടത്തപ്പെടുകയാണ്. കേരളം ഉൾപ്പെടെ 6 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്
പുരുഷ വനിതാ ടീം അംഗങ്ങൾ 200ഓളം കായിക താരങ്ങൾ ഈ ടൂർണമെൻറ്റിൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ എം രാമചന്ദ്രൻ, പള്ളം നാരായണൻ, ആർ രമാനാഥൻ, നാസർ തിരുവക്കോളി, ജലീൽ കാപ്പിൽ, നവാസ് കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി അക്വയർ ചെയ്ത ഭൂമിയിലെ കയ്യേറ്റം വിജിലൻസ് സംഘം നഗരസഭയിൽ റെയ്ഡ് നടത്തി. BJP രാജ്യത്ത് വർഗീയ അജണ്ട നടപ്പാക്കുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. CPIMന്റെ ദേശീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ മടിക്കയിൽ തുടങ്ങി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന് സമാപനം. ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട്ട് നടന്നു. മാനവ ഏകതാ മിഷന്റെ പ്രത്യാശയുടെ യാത്ര 12-ന് തുടങ്ങും. യോഗി വര്യൻ ശ്രീ M 11-ന് കാഞ്ഞങ്ങാട്ടെത്തും. വലിയപറമ്പിലെ UDF സ്ഥാനാർത്ഥിയുടെ തോൽവി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ്. അടോട്ട് മൂത്തേടത്ത് കുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.